പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ അർജുന വിഷാദ യോഗമെന്ന 1-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകമാകുന്നു. നിങ്ങളാദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കവിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തഥാ വാക്യം ഇദമാഹ മഹീപദേ. ഈ 20-ാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നിങ്ങൾ ശ്രദ്ധിക്കുക. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുഃ ഉദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തഥാ വാക്യം ഇദം ആഹ മഹീപദേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് ചർച്ച ചെയ്യാം. ഹേ മഹീപദേ, അധ കപിധ്വജഃ പാണ്ഡവഃ വ്യവസ്ഥിതാൻ ധാർത്തരാഷ്ട്രാൻ ദൃഷ്ട്വാ ശസ്ത്രസമ്പാദേ പ്രവൃത്തെ ധനുഃ ഉദ്യമ്യ തഥാ ഹൃഷീകേശം ഇദം വാക്യം ആഹ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇവിടെ സഞ്ജയൻ യുദ്ധ അന്തരീക്ഷം വിവരിക്കുകയാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനോട്. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങയുടെ കൗരവപക്ഷത്തുള്ള സേനാനികളും മഹാരഥന്മാരും പാണ്ഡവപക്ഷത്തുള്ള സേനാനികളും ഒക്കെ തന്നെ യുദ്ധത്തിനായി അണിനിരന്നു ശംഖുമുഴക്കി യുദ്ധ സന്നദ്ധരായി നിൽക്കുകയാണ്. ആ സമയത്ത് ദുര്യോധനാദികളെ കണ്ടിട്ട് ആയുധപ്രയോഗം സമാഗതമായ ആ സമയത്ത് ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള അർജുനൻ തൻ്റെ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൃഷീകേശനോട്, ശ്രീകൃഷ്ണ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. വളരെ സിമ്പിളായ ശ്ലോകമാണ്. നമുക്കടുത്ത സാഖ്യയോഗം വരുമ്പോഴാണ് വളരെയധികം പരിശ്രമിക്കേണ്ടത്. ഇതിൻ്റെ വ്യാഖ്യാന വിഷയത്തിലൊക്കെ നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന ഉത്തമ വിശ്വാസത്തോടെ തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.